അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ റെഡ് പ്ലാന്റ് ഇവിടെ എല്ലാം കട്ട് ചെയ്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീഡിയോ പിടിക്കേണ്ട ഓർമ്മ ഉണ്ടായത്. അപ്പോൾ അതിന് ആദ്യം ഒരു സോറി പറയാം, നമ്മൾ കട്ട് ചെയ്യണമെന്ന് കാണിക്കാത്തതുകൊണ്ട്. ഇങ്ങനെ പിന്നെ ഇവിടെ ഇതിൽ ചെറിയ ഇഗ്ലൂ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ക്യാമറയിലൊന്നും കാണില്ല. പിന്നെ ഇവിടെ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വെള്ളത്തിൽ ഇങ്ങനെ എഴുതണേ, അത് ഇതിൽ വന്ന് കൂടിയിട്ടുണ്ട്. നമ്മൾ കൊടുന്ന് ഇട്ടൊന്നുമല്ല, പിന്നെ കണ്ടപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി. എപ്പോഴും വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട് നിൽക്കണം, നമ്മൾ ആളെ കാണുമ്പോൾ താന്നു പോകും. അതുപോലെ തന്നെ ഇതിൽ പിന്നെ ഈ ഗപ്പികൾ ധാരാളം ഉണ്ട് കേട്ടോ. ഗപ്പിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളും ഇതിലിട്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളാണ്. അന്നിപ്പോൾ നമുക്ക് ഇതിൽ കാണിച്ചു തരാൻ പറ്റില്ല, ക്യാമറയിൽ അത് ഇതാവില്ല. പിന്നെ റെഡ് പ്ലാന്റ് കേട്ടോ. റെഡ് പ്ലാന്റ് നമ്മൾ പിന്നെ ഇതിങ്ങനെ ചെറിയ ഇതായിട്ട് ഇങ്ങനെ അതിൽ നിന്ന് ഒരുപാട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് വേറെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഈ പിന്നെ റൗണ്ട് ഇങ്ങോട്ട് ഫില്ലാകുമ്പോൾ നമ്മൾ പിന്നെ അത്ര പെട്ടെന്ന് കട്ട് ചെയ്യില്ല കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗമേ ഇപ്പോൾ നമുക്ക് പിന്നെ തൈകൾ ആയിട്ടുള്ളൂ. ബാക്കിയും കൂടി നമ്മൾ തൈ ആകുമ്പോൾ നമ്മൾ പിന്നെ അത് വളരാൻ വിടും കേട്ടോ. ഇപ്പോൾ അത് വളരാൻ വിടുന്നില്ല, അതൊരു കട്ട് ചെയ്യാനുള്ള പ്രായം ആകുമ്പോൾ തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ചെറിയ കുളത്തിൽ പിന്നെ നമ്മൾ മീൻ ഇട്ടീന്ന്, ഇഗ്ലൂ ഫിഷിൻ്റെ കുട്ടികൾ ഇട്ടീന്ന് കേട്ടോ. ഇത് ഈ പിന്നെ കുളത്തിനുള്ളൊരു പ്രശ്നം, ഇതിലിപ്പോൾ വെള്ളം കയറ്റിയതാണ്. ഇത് ഇവിടെ വിണ്ടിട്ടുണ്ട് കേട്ടോ, വേണ്ടില്ലേ? ഈ വിണ്ട് ഇവിടെ ഈ ഒരു മരം ഉണ്ടായതുകൊണ്ടാണിത് ഈ വിണ്ട് ഈ കുളം പൊട്ടിയത്. ഞാൻ വെള്ളം കുറച്ചേ കയറ്റിലുണ്ടായിരുന്നുള്ളൂ, പക്ഷേ വെള്ളമിപ്പോൾ മറന്നുപോയി. പൈപ്പ് കൊണ്ട് തുറന്നിട്ട് പിന്നെ അങ്ങനെ നമുക്ക് ഒരുപാട് അധികമായിപ്പോയി. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ അവിടെ ഇതിൽ പിന്നെ നമ്മൾ മീനിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൽ ഒരുപാട് ഉണ്ട് കേട്ടോ. പക്ഷെ അത് കാണുന്നില്ല, അത്രയും ചെറിയതാണ്. നമ്മളിതിൽ ഇങ്ങനെ പരതി നോക്കിയാൽ കാണും, ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാണും. കുറച്ചുള്ളൂ, ഒരു 19 കുട്ടികൾ ഉണ്ടായിരുന്നു, കുറച്ച് വലുത്. അത് ഇതിലിട്ടിട്ട് ഇപ്പോൾ കുറേയൊക്കെ ചത്ത് പോയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മളൊരു 1000 ഇട്ടാൽ ഒരു 100 ഉണ്ടാവുള്ളത്. അങ്ങനെ ഈ പാറ്റുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും, പിന്നെ അതങ്ങനെ നമ്മളിങ്ങനെ കാണാനില്ലാതാവും. ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് ചത്താലും അറിയില്ല. അപ്പോൾ ഇതിൽ 3 പിന്നെ ആമ്പലാണ് ഇതിലുണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഈ പിന്നെ റെഡ് പ്ലാന്റ് നമ്മൾ ഇതിവിടെ ഇങ്ങനെ നടാൻ പോവുകയാണ് കേട്ടോ. അത് നമ്മൾ ചെറിയ പിന്നെ ഗ്ലാസ്സുകളിൽ ഇതിലൊക്കെ നമ്മൾ നട്ട് പിന്നെ വെക്കുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞാലത് പിടിക്കും, പെട്ടെന്ന് പിടിക്കണ ഒരു പ്ലാന്റാണിത് കേട്ടോ. ഇതിമെന്ന് നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കട്ട് ചെയ്തിട്ടില്ല, ഇതൊക്കെ പറഞ്ഞൊരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്യണം. ഇതിപ്പോൾ ഒരു 2 കമ്പ് കൊണ്ട് പൊങ്ങി വരുമ്പോഴാണ് അത് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ജർജീറുമ പിന്നെ പൂവുണ്ടാകുന്നുണ്ട് കേട്ടോ. അത് പൂവുണ്ടാകാനുള്ള ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഈ ഒരു തണ്ട് ഇങ്ങനെ വളരുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ ജർജീറുമ പൂവുണ്ടാവുക കേട്ടോ. കണ്ടില്ലേ, ജർജീർ ഇങ്ങനെ തണ്ട് വളരില്ല, തണ്ട് വളർന്ന് ഇങ്ങനെ പൂവിടാനായാലാണ് ഇങ്ങനെ തണ്ട് വളരുക. ഇനി അതൊരു ഈ ഒരു 1, 2 അടി 3 അടിയൊക്കെ പൊങ്ങിയിട്ടാണ് പൂവുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മളെ കുക്കുംബർ ഇവിടെ പിന്നെ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് ഇവിടുന്ന് പറിച്ച് ഒഴിവാക്കുകയാണ്. ഇതിന് ആ മണ്ണിൽ ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ഇടണം. കുക്കുംബർ മറ്റേ ഭാഗത്തൊക്കെ നല്ല പിന്നെ ഇത് ഉണ്ടായിട്ടുണ്ട്. ഇത് അബിയുവിൻ്റെ പിന്നെ തൈയാണ് കേട്ടോ. അവിടെ കുറച്ച് പിന്നെ കാന്താരി മുളകിൻ്റെ തൈയും ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടോ. ഇത് നമ്മൾ മണ്ണിൽ പിന്നെ വെച്ചാൽ അത്ര പെട്ടെന്ന് പിന്നെ ഇതാവില്ല. ഇത് നമ്മൾ ഈ പിന്നെ നിലത്ത് ഈ കീസിൽ വെക്കുമ്പോഴാണിത് ഇങ്ങനെ പെട്ടെന്ന് പിന്നെ അതിൻ്റെ ഇത് തീരുന്നത്. കായാവണമൊക്കെ പെട്ടെന്ന് തീരും. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ ഈ തക്കാളി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇത് ഇവിടെ കണ്ടില്ലേ, ഒക്കെ തക്കാളിയാണ്.
തക്കാളി ഒരു 12 തക്കാളി ഉണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ പിന്നെ വെണ്ടക്ക വെച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ടക്ക നമ്മൾ അതിൻ്റെ സൈഡിൽ വെക്കാൻ കാരണം ഇത് പടർന്ന് അങ്ങോട്ട് പൊങ്ങി പോകും. അപ്പോൾ നമ്മൾ പിന്നെ വെറുതെ പിന്നെ ആ ഒരു സ്ഥലം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അവിടെ അത് പിന്നെ രണ്ടും നല്ല വളം ഇട്ട് കൊടുക്കണം എന്നുള്ളൂ. പിന്നെ ഇവിടെ പിന്നെ പടവലത്തിൻ്റെ പിന്നെ തൈകൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെ പടർന്ന് മേലെ എത്താനായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മൾ ഈ മാതോളി ഒക്കെ പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കാന്താരി മുളകുണ്ട്, അതുപോലെ വഴുതനങ്ങ, ഇതൊക്കെ എല്ലാം നല്ല കായ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പയറിപ്പം ഇന്ന് പറിച്ചേ ഉള്ളൂ. പയറിപ്പോൾ നമ്മളിന്ന് ഇത് നമുക്ക് ആവശ്യത്തിനുള്ള പയറെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ വലുതായി ഇങ്ങനെ വരണുള്ളൂ. ഇത് ഇവിടെയൊക്കെ വഴുതനങ്ങ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. വഴുതനങ്ങ ചെറിയതുണ്ട്, വലുത് പറിക്കാൻ പാക എന്നും പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് വഴുതനങ്ങ പറിച്ച് നമ്മൾ. പിന്നെ നമ്മൾ പിന്നെ റെഡ് പ്ലാന്റിൻ്റെ പറയാൻ നേർന്നല്ലേ, ഇതാണ് റെഡ് പ്ലാന്റ്. നമ്മളിവിടെ തൈ വെച്ചിട്ടുണ്ടല്ലോ. അത് നമ്മൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇപ്പോൾ വെച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കേണ്ട. ഒരു ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലായിട്ട് നനക്കണം. എന്നാലേ ഇപ്പോൾ അത് പിന്നെ വാടാതിരിക്കുള്ളൂ. മറ്റേത് പെട്ടെന്നാണ് വാടിയാൽ പിന്നെ അത് പിടിക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. ഇവിടെ ഒരു 10-15 പിന്നെ ഇത് തണ്ട് നമ്മൾ മുറിച്ച് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആ ഒരു കുളത്തിൻ്റെ ഏകദേശം ഒരു ഫില്ലാകാൻ മാത്രം ഉണ്ടാവുമെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ കറക്റ്റായി പറയാനാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ തൈ നമ്മൾ ഒരുപാട് ഒരു 2 കമ്പ് നമ്മൾ കൊടുന്നതായിരുന്നു കേട്ടോ. 2 അല്ല, 1 കമ്പ് കൊടുന്നിട്ട് അത് 3 ഇതാക്കിയിട്ട് കഷ്ണാക്കിയിട്ട് നമ്മൾ പിന്നെ മണ്ണിൽ വെച്ചിട്ട് അപ്പോൾ ധാരാളം തൈകളായിട്ടുണ്ട്. ഒരു 100 പിന്നെ തൈൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തൈ ഉണ്ടാകണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനത്തെ ഈ ചെറിയ കമ്പ് ഇങ്ങനെ മുറിച്ചിട്ട് പിന്നെ 2 കമ്പാകുമ്പോൾ നമ്മൾ ഇത് നട്ടാൽ മതി. എന്നാൽ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. അതായത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഇത് പിന്നെ ഇതാവണം. ഇതിന്മേൽ ഒരു കായ ഇങ്ങനെ ഒരു പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട്. പൂവിടാൻ അയക്കാതിരിക്കാവും നല്ലത്. പൂവിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച അവിടെ നിൽക്കും. പിന്നെ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഇതുണ്ട്, ഇത് നല്ല രസമുള്ളൊരു പൂവാണ്. മഞ്ഞ കളറ്. പിന്നെ ഇതിൻ്റെ ഒരു പേര് ഇപ്പോൾ ഞാൻ മറന്നു. അതുപോലെ തന്നെ ഈ പിന്നെ ഇത് കണ്ടില്ലേ, ഇത് വെള്ള കളറാണ്. ഇതിൻ്റെ ചുവപ്പ് ഒരു 3 കളർ ഇവിടെ ഉണ്ട് കേട്ടോ തൈകൾ. പിന്നെ അതുപോലെ നമ്മൾ തെച്ചി ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. തെച്ചൊക്കെ പിന്നെ പിടിച്ച് കഴിഞ്ഞിട്ടോ. പിന്നെ ഈ തളിരെല്ലാം ഉണ്ടാകണ ഇതിൻ്റെ തൈകൾ നമ്മൾ ചെറിയ കമ്പ് നട്ടാൽ മതി കേട്ടോ. അത് ചെറിയൊരു പിന്നെ അതെടുക്കുക, എന്നിട്ട് അത് നമ്മൾ ഇത് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൈ ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും അറിയിക്കാറ് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണല്ലോ. വീടിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ വെക്കും, ഈ തളിരെല്ലാം ഇങ്ങനെ ഉണ്ടാകണേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ നമുക്ക് വലിയൊരു ഇതൊന്നുമില്ല കേട്ടോ, പിന്നെ പണിയൊന്നുമില്ല. നമ്മളടുത്ത് ഒരു മരം ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം തൈകൾ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അത് കണ്ടില്ലേ, ഈ ഒരു ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. നിറയെ പൂക്കളാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 മാസമായിട്ട് ഇതിങ്ങനെ പൂവിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇതിമെന്ന് ഇങ്ങനെ പൂവുണ്ടാവും. പിന്നെ ഒന്ന് ചാടിയാലും വേറെയും പൂക്കളുണ്ടാവും കേട്ടോ. ഇതിന് നിറയെ പൂക്കളുണ്ട്. കാരണം പിന്നെ ഇത് നമ്മൾ പിന്നെ വലിയൊരു തണുപ്പ് പിന്നെ ചൂട് ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണിത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കൊലകൾ ഇങ്ങനെ ഇത് നമുക്കിങ്ങനെ നിറയെ കൊലകളാണിത് കേട്ടോ. കണ്ടില്ലേ, ഇത് നിറയെ പൂക്കൾ പറഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ ചാടുന്നതിനനുസരിച്ച് വേറെ ഉണ്ടാവണമുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല പൂക്കൾ. ഇത് നല്ല വെള്ള കളറ്. രാത്രി ലൈറ്റിന് ഇങ്ങനെ ഒരു തിളക്കം ഉണ്ടാവും കേട്ടോ. ഇത് കാണാൻ രാത്രി ബൾബൊക്കെ ഇങ്ങനെ ലൈറ്റിൻ്റെ പ്രകാശം കൊണ്ട് കാണാൻ ഇത് ഭയങ്കര ഒരു ഭംഗിയാണ്. പിന്നെ ഇവിടെയാണ് പിന്നെ നമ്മൾ പടവലത്തിൻ്റെ തയ്യോ അതേമാതിരി തന്നെ പീച്ചക്ക എന്നറിയില്ല, പീച്ചക്ക എന്നൊക്കെ പറയും. അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ പടർന്നിങ്ങനെ നമ്മളൊരു പന്തൽ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പന്തലുമൊക്കെ കയറി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ പ്ലാവുണ്ട്. പിന്നെ ഞാൻ ഇത് നാളൊന്ന് ഞാൻ കാണിച്ചതാണ്. ഇവിടെ ഒരു ഇത് കണ്ടില്ലേ, ഇതൊരു പിന്നെ മാതോളിൻ്റെ പിന്നെ മരമാണ് കേട്ടോ.
ഇത് ഞാൻ എയർ ലെയറിങ്ങിൽ കൂടെയാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് വേര് പിടിപ്പിച്ചാണ് കേട്ടോ. വേര് നമ്മൾ ഒരു വലിയൊരു മരത്തുമ്മ പോയിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ തണ്ടിൻ്റെ ഇവിടുത്തെ ഈ തൊലി ഇങ്ങനെ കളയാം കേട്ടോ. ഇവിടുന്ന് കുറച്ച് തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് അതിൽ മണ്ണ് വെച്ച് കെട്ടി കൊടുത്താൽ മതി കേട്ടോ. തൊലി പൂർണ്ണമായിട്ടും കളയണം. എന്നിട്ട് നല്ല ചകിരിച്ചോറും കാലിവളം എന്തെങ്കിലുമൊക്കെ ഒരു വളം ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട്, ചകിരിച്ചോറ് നിർബന്ധമാണ് കേട്ടോ. ചകിരിച്ചോറുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഈർപ്പം നിലനിൽക്കുള്ളൂ. എന്നിട്ട് അത് നമ്മളിങ്ങനെ പറിച്ചിട്ട് മണ്ണ് വെച്ച് കെട്ടുക. മണ്ണ് വെച്ച് കെട്ടിയിട്ട് നമുക്ക് കുഴിച്ചിട്ട് വർഷം തന്നെ നമുക്ക് ഇതിന്മേൽ കായ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഒരു ചെറിയൊരു മരമാണ്. ചെറിയൊരു മരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത്ര പൊക്കമുള്ളൂ. ഇതിങ്ങനെ ഇവിടെ വേര് ഇങ്ങനെ മണ്ണിൽ വേര് പിടിപ്പിച്ച് കൊടുന്ന് കുഴിച്ചിട്ടാണ്. എന്നിട്ട് അതിന്മേൽ അതായത് കണ്ടില്ലേ, അതിന്മേൽ പൂവുണ്ടാവുകയാണിത്. ഒരു കായ ഇപ്പോൾ പ്രാവശ്യം പിടിക്കും തോന്നുന്നു. പ്രാവശ്യം പിടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം ഏതായാലും ഇതിന്മേൽ നിറയെ കായ്കളാവും കേട്ടോ. പിന്നെ ഇവിടെ മധുരക്കിഴങ്ങ് ഉണ്ട് കേട്ടോ, സ്വീറ്റ് പൊട്ടാറ്റോ. ഇത് കണ്ടില്ല, അത് നമ്മൾ പറിച്ചിട്ട് പിന്നെയും വീണ്ടും ഉണ്ടായതാണ് കേട്ടോ. അവിടെ കണ്ടില്ല, നല്ല ഇത് പറിച്ച് നമ്മൾ കിളച്ചെടുക്കാൻ വിട്ടുപോയതാണിത്. പിന്നെ ഇവിടെ ഇനി വേറെ ഉണ്ടാവും കേട്ടോ. ഇതിന് ഇവിടെ ഇങ്ങനെ ഉണ്ടാവണുണ്ടല്ലേ, ഇതൊക്കെ അതിൻ്റെ നമ്മൾ പറിച്ചെടുക്കാൻ വിട്ടുപോയതാണ്. ഇത് വേണമെങ്കിൽ എല്ലാ കൈക്കോട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാന്തി എടുക്കണം, എന്നാലേ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളിപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വഴുതനങ്ങൻ്റെ തൈ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. വഴുതനങ്ങൻ്റെ തൈ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. നല്ല ഇതുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ചെറിയതാക്കിയതിൽ തൈ ഇടതൂർന്നുണ്ടാകുന്നുണ്ട് തൈ. ഇതൊക്കെ തൈ ഇത് മുളകിൻ്റെ തൈകളാണ് കേട്ടോ. അത് മുളക് നല്ല മുളക് ഉണ്ടാകുന്നുണ്ട്. അതേമാതിരി നമ്മളിവിടെ കയ്പക്ക വള്ളിയൊക്കെ പറ്റ പോയിട്ടുണ്ട് കേട്ടോ. ഇതിനി നമ്മൾ ഈ വള്ളി കളഞ്ഞിട്ട് ചിരങ്ങൻ്റെ വള്ളിക്ക് പ്രാധാന്യം കൊടുക്കുകയാണ് കേട്ടോ. മറ്റതൊക്കെ നമ്മളിപ്പോൾ കളയാൻ പോവുകയാണ്. ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് പുതിയ ഈ കൃഷി ഉണ്ടാക്കണം. ഇവിടെ കണ്ടില്ല, യൂഫോർബിയ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. യൂഫോർബിയൻ്റെ ഒപ്പം നമ്മൾ ഇവിടെ കുക്കുംബർ, അതുപോലെ ഇവിടെ ബോഗൺവില്ല, പിന്നെ ഇത് നമ്മളെ പത്തണി മുല്ല കണ്ടില്ലേ. പത്തണി മുല്ലമ്മ ഈ കുക്കുംബർ ഇങ്ങനെ പടർന്ന് ഉണ്ടായിട്ടത് ഇതിൻ്റെ ആ വളർച്ചയ്ക്കൊരു ഇത് വരുന്നുണ്ട്. പത്തണി മുല്ല നല്ല പൂക്കളുണ്ടാവും കേട്ടോ. പല കളറുള്ള പൂക്കളാണ് പത്തണി മുല്ല ഉണ്ടാകുന്നത്. നമ്മൾ കുക്കുംബർ കണ്ടില്ലേ, കുക്കുംബർ വലുതായതാണ് കേട്ടോ. നമ്മൾ അറക്കാൻ വിട്ടുപോയത്, അതങ്ങനെ വിത്തിന് നിർത്തിയതാണ്. പിന്നെ ഇവിടെ ഉണ്ട് ഒന്ന്, നമ്മളാദ്യം വിത്തിന് നിർത്തിയത് അറക്കാൻ വിട്ടുപോയതാണ്. കണ്ടില്ലേ, ഇവിടെ വലിയത് ഞാൻ ഇടയ്ക്ക് കാണിക്കണതാണ് കേട്ടോ. നമുക്ക് കുക്കുംബർ ഇവിടെ പറിക്കാനും ഉണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒക്കെ കുക്കുംബർ കണ്ടില്ലേ, ഇത് എടുക്കുന്നു. ഇവിടെ ഇത് കുക്കുംബറാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് ഇത് നിറയെ ഇതുണ്ട് കേട്ടോ. ഒന്ന് ഇതാ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ കുക്കുംബറുണ്ട്. നല്ല ഇപ്രാവശ്യം എത്തുമ്പോൾ നല്ല കുക്കുംബർ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നത് ഇവിടെ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇടയിൽ കാണാനായിട്ടാണ് കേട്ടോ. പിന്നെ അത് ശംഖുപുഷ്പമാണ് കേട്ടോ. ശംഖുപുഷ്പം നല്ല പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. വെള്ള ശംഖുപുഷ്പമാണ് ഇതിമ്മ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നീല ഉണ്ട്, അത് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ തൈ കൊണ്ടുവരണം. കണ്ടില്ലേ, ഇത് ഇവിടെ കുക്കുംബർ ഇതുണ്ട്. ഇത് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കാണാതെ വരുന്നത്. ഈ കാണാതെ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് പിന്നെ കറി വെക്കാനേ പറ്റുള്ളൂ കേട്ടോ. മൂത്ത കറി വെക്കാൻ പറ്റുന്നു അതാ പറയണം. നമ്മൾ വെച്ച് നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ വഴുതനങ്ങൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വഴുതനങ്ങ നല്ല കായത്, ഒരുപാട് കായതിമെന്ന് പറിച്ചിട്ടുണ്ട്. നല്ല കാപ്പലം തരുന്നൊരു വഴുതനങ്ങൻ്റെ ഒരു ഇനാണിത്. ഒരു പച്ച കളറാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയണില്ല കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. വേണ്ടിയില്ലേ, ഈ ബോഗൺവില്ലയാണ് കേട്ടോ. ഇത് നല്ല ഒരു കാണാൻ ഭംഗിയുണ്ടല്ലോ,
തിക്കായിട്ട് നല്ല ഒരു സോഫ്റ്റാണ് കേട്ടോ. ഇങ്ങനെ പിടിക്കാൻ തന്നെ ഒരു സോഫ്റ്റ് പിന്നെ പൂവാണിത്. നല്ല പൂക്കളുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു വലിയൊരു മരമായിട്ട് ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെടികൾ ബോഗൺവില്ലൊക്കെ നല്ല ഉഷാറ് ആയിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ടു പോകണില്ല കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാണുമ്പോൾ തന്നെ ഒന്ന് തൊട്ടാൽ മതി. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇടുന്നതൊക്കെ ഒരുപാട് ആളിലേക്ക് അത് എത്താൻ സഹായിക്കാറും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ വാട്ടർ ലില്ലി കേട്ടോ. ഈ വാട്ടർ ലില്ലിക്ക് ഉള്ളൊരു ഇത് പ്രത്യേകത ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഈ പൂക്കളൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ഇതിങ്ങനെ കഴിഞ്ഞാൽ അതിങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ എടുക്കും. ഇതുണ്ടല്ലേ നല്ല പിന്നെ ഇത് നമ്മളെടുത്തത് ഇതിൻ്റെ മൊട്ടാണ്. ഇത് മൊട്ടല്ല, അത് മൊട്ട് പിന്നെ പൂവിട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ അത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ ചാഞ്ഞിങ്ങനെ വരും കേട്ടോ. പിന്നെ അത് ഇനി അതങ്ങനെ കണ്ട് ഉണങ്ങി പോവുകയുണ്ടാകുക. പിന്നെ പ്രത്യേകിച്ചൊരു ഗുണമൊന്നും അതുകൊണ്ടില്ല. പിന്നെ ഈ ഒരു ബോഗൺവില്ലയ്ക്ക് ഒരു മഞ്ഞ കളറാണ് കേട്ടോ. അതിന് ഞാനൊരു വളം കൊടുത്തപ്പോൾ പച്ച ഇല ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആ വളമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ മഞ്ഞളിപ്പുള്ള രോഗങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഇവിടെ റോസ് ഇതിന്മേൽ നല്ലോണം കേട്ടോ. കണ്ടില്ലേ, റോസ് നല്ല പൂക്കളുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.